നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ക്രിസ്മസ് ദിനാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. എളിമയുടെയും കരുണയുടെയും സ്നേഹ സന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷമാക്കി ലോക ജനത. ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ തിരുകർമ്മങ്ങൾ നടന്നു. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രണ്ടു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഭരണം നേടിയ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ പ്രസിഡന്റാകും. ജയശങ്കറിനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കിയുള്ള തീരുമാനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരം. ചാവക്കാട് ബ്ലാങ്ങാട് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ച കാർ മതിലിൽ ഇടിച്ചു കയറി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രിസ്മസ് ആരവത്തിൽ നാട്. വിണ്ണിന്റെ നാഥൻ മണ്ണിൽ പിറന്നതിന്റെ ആഹ്ലാദത്തിൽ തിരുപ്പിറവി ആഘോഷിച്ച് ക്രൈസ്തവ സമൂഹം. മഞ്ഞു വീഴുന്ന ധനുമാസരാവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടന്നത് ഭക്തി നിർഭരമായ തിരുകർമ്മങ്ങൾ. എളിമയുടെയും കരുണയുടെയും സ്നേഹ സന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷമാക്കി ലോക ജനത. കനിവും കരുതലും മുന്നോട്ട് വയ്ക്കുന്ന തിരുപ്പിറവിയുടെ ആശയം നെഞ്ചേറ്റിയാണ് വിശ്വാസികൾ ആഘോഷങ്ങളിലും ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിലും പങ്കെടുത്തത്. ഡിസംബറിലെ തണുപ്പും കരോളിന്റെ നാദവും പുൽക്കൂടിന്റെ ഭംഗിയും ഒരുമിച്ച് പ്രകാശപൂരിതമായ നക്ഷത്രശോഭയുടെ അകമ്പടിയോടെ മണ്ണിലെ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനമേകാൻ കാലിക്കൂട്ടത്തിന്റെ നടുവിൽ എളിമയുടെ സന്ദേശം പകർന്ന് പിറവിയെടുത്ത മനുജകുമാരന്റെ തിരുപ്പിറവി ആരാധനാലയങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. പാതിരാ കുർബാനയിലും മറ്റു തിരുകർമ്മങ്ങളിലും പ്രാർത്ഥനാപൂർവമാണ് വിശ്വാസികൾ പങ്കെടുത്തത്. ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സ്നേഹത്തിന്റെയും എളിമയുടെയും മഹത്തായ മാതൃകയായ തിരുപ്പിറവിയുടെ മുന്നോടിയായി 25 ദിവസം വിശ്വാസികൾ നോമ്പാചരണം നടത്തിയിരുന്നു. പാതിരാ കുർബാനയുടെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾ പൂർത്തിയായതോടെ വ്രതാനുഷ്ഠാനത്തിന് വിരാമമിട്ട് ജനത ഒന്നാകെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. മണിമാളികകളിലല്ല കാലിത്തൊഴുത്തിലാണ് ദൈവം പിറവിയെടുക്കുന്നതെന്ന മഹത്തായ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ഒരുമയുടെയും വിനയത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം കൂടിയാണ്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന കാട്ടകമ്പാലിൽ മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും തീപ്പൊരി പ്രാസംഗികനുമായ കെ ജയശങ്കറിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തീരുമാനിച്ചു. KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി പാർട്ടി നിരീക്ഷകനായി പങ്കെടുത്ത യോഗത്തിലായിരുന്നു തീരുമാനം. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന DCC സെക്രട്ടറി TS അജിത്ത് എന്നിവരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സന്നിഹിതരായിരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി ചടങ്ങിന് നേതൃത്വം നൽകി. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന് കാട്ടകമ്പാലിൽ ജനറൽ വിഭാഗത്തിൽ നിന്നും ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നത്. 1995-ൽ ജയശങ്കറിന്റെ പിതാവായ KT ശങ്കരപ്പണിക്കർ എന്ന അപ്പുമാസ്റ്ററാണ് അവസാനത്തെ കോൺഗ്രസിന്റെ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ്. അച്ഛന്റെ പിന്തുടർച്ചയുമായി വരുന്ന ജയശങ്കർ ഒരു നിയോഗം പോലെയാണ് ഈ സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടന്ന പുതിയതായി രൂപീകരിച്ച പഴഞ്ഞി ഈസ്റ്റ് 11ാം വാർഡിൽ നിന്നാണ് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ജയശങ്കർ വിജയശ്രീലാളിതനായത്. 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാട്ടകമ്പാലിൽ കോൺഗ്രസിന് 16-ൽ 3 സീറ്റാണ് ലഭിച്ചിരുന്നത്. മുതിർന്ന CPM നേതാക്കൾ പുറത്തിരുന്ന് പുതുമുഖങ്ങളെയും പരിചയസമ്പത്തുള്ളവരെയും കളത്തിലിറക്കിയപ്പോൾ തങ്ങൾക്ക് ഹാട്രിക് വിജയം ഉണ്ടാകുമെന്ന് LDF ക്യാമ്പുകളിൽ ഉറച്ച പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിനെ നേരിടാനാണ് കെ ജയശങ്കറിനെ രംഗത്തിറക്കി പോരാടാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒറ്റക്കെട്ടായി തീരുമാനിച്ചത്. ജയശങ്കറിനെ എതിരിടാൻ മത്സരത്തിൽ നിന്നും തുടക്കം മുതലേ ഒഴിഞ്ഞു നിന്നിരുന്ന പഴഞ്ഞിയിൽ ജനപ്രിയനായ KT ഷാജൻ മാസ്റ്ററെയാണ് LDF രംഗത്തിറക്കിയത്. BJPക്ക് 300-ലധികം വോട്ട് ബാങ്കുള്ള ഈ വാർഡിൽ കുന്നംകുളം BJP പ്രസിഡന്റ് PJ ജെബിൻ കൂടി എത്തിയതോടെ മത്സര ഫലം പ്രവചനാതീതമായി. കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്ലാനിംഗ് നടത്താൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രചരണ രീതികൾ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വവും തങ്ങളുടെ നേതാവിനെ വിജയിപ്പിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. ഈ തീരുമാനമാണ് പഞ്ചായത്തിൽ ഹാട്രിക് ഭരണമെന്ന LDFന്റെ പ്രതീക്ഷകളെ തകർത്തത്. 11ാം വാർഡിൽ LDF 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. 3 തവണ കോഴിക്കോട് സർവകലാശാല കൗൺസിലർ KSU
തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുള്ള ജയശങ്കർ മികച്ച പൊതുപ്രവർത്തകനുള്ള അംബേദ്കർ അവാർഡ് നേതാവ് കൂടിയാണ്. വൈസ് പ്രസിഡന്റായി ജെറുസലേം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മിനി ടീച്ചറെയും പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരവും നൽകി. 27-നാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. തൃത്താല മലമക്കാവ് താലപ്പൊലിക്കുന്നിലെ വീട്ടിൽ മോഷണശ്രമം. കുണ്ടിൽ കുളങ്ങര മണികണ്ഠന്റെ വീട്ടിലാണ് രാത്രി 1:30-യോടെ മോഷണശ്രമം നടന്നത്. മണിയുടെ ഭാര്യയും മക്കളും കിടന്നുറങ്ങുന്ന മുറിയുടെ ജനലിലൂടെ മോഷ്ടാവ് കൈ കടത്തിയതോടെ കുട്ടിയുടെ ദേഹത്ത് കൈ തട്ടിയതിനെ തുടർന്ന് കുട്ടി ഉണർന്ന് കരയുകയായിരുന്നു. ഇതോടെ വീട്ടുകാരും ഉണർന്നു. തൃത്താല പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് സിദ്ദിഖ് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. 7ാം ക്ലാസ് വിദ്യാർത്ഥി ബേബി റോഡ് പുഴങ്ങര ഇല്ലത്ത് ബാദുഷ മകൻ സാബിത്തിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ സാബിത്തിനെ ഇതുവഴി വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയും ശേഷം മതിലിലേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു. അപകടത്തിൽ മതിൽ തകർന്നു. പരിക്കേറ്റ സാബിത്തിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ പഞ്ചവടി ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ നിന്നും അണലിയെ പിടികൂടി. പഞ്ചവടി കറുപ്പം വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ വാതിലിന് സമീപം കിടക്കുകയായിരുന്ന പാമ്പിനെ കണ്ട് വീട്ടുകാർ ഭയന്ന് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ വല്ലഭട്ട കളരി സംഘത്തിലെ KP കൃഷ്ണദാസ് ഗുരുക്കൾ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ നിയുക്ത ചെയർമാൻ AH അക്ബർ, വാർഡ് കൗൺസിലർ P യതീന്ദ്രദാസ് എന്നിവർ ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KS വിഷ്ണു, MB പ്രസന്നൻ, റിയാസ് എന്നിവർ സംസാരിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഭാഷണം സംഘടിപ്പിച്ചു. പുതുകാലത്തെ വായനയും എഴുത്തും എന്ന വിഷയത്തിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ M ഹരിദാസൻ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി ജയൻ, വായനശാല സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗംഗാധരൻ മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ രമേശ് പാമ്പുംപടിക്കൽ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷ പൊലിമയിൽ നാടും നഗരവും. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. വിവിധ സംഘടനകൾ, കൂട്ടായ്മകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പാലയൂർ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡിസംബർ 1-ാം തീയതി ദേവാലയമുറ്റത്ത് KLM പാലയൂർ ഒരുക്കിയ നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഉയർന്നതോടെയാണ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്നുള്ള ദിനങ്ങളിൽ സാന്ത്വം കോയറിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മകൾക്കായുള്ള ജിംഗിൾ ബെൽസ് ഹെവൻലി ഹാർമണി 2025 കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. 21-ന് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ചാവക്കാട് നഗരത്തിലേക്ക് ബോൺ നതാലെ കരോൾ പ്രയാണം സംഘടിപ്പിച്ചു. 24 ബുധനാഴ്ച രാത്രി 9:30-ന് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനത്തോടെ ക്രിസ്മസ് ഈവ് ആരംഭിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക നടത്തുകൈക്കാരൻ സേവിയർ വാഗയിൽ, ജസ്റ്റിൻ ബാബു, ഷാജു ചെറുവത്തൂർ, എൽസ ജോസ്, ഷോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. KLM പാലയൂരിന്റെ നേതൃത്വത്തിൽ 100 ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. യൂത്ത് CLC പാലയൂരിന്റെ നേതൃത്വത്തിൽ നാനോ പുൽക്കൂട് മത്സരവും, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും, KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങളിൽ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ട്രീയും സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീയും പാലൂർ ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ചൈൽഡ്, ലക്കി മദർ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പുൽക്കൂടും കാണികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് 11:30-ന് ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നിവർ സഹകാർമ്മികരുമായി. തുടർന്ന് നോമ്പുവീടൽ സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ
ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വലൂർ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറിമാരായ ജോയ് ചിറമേൽ, പിയൂസ് ചിറ്റ്ലപ്പിള്ളി, PRO ജെഫിൻ ജോണി, കേന്ദ്ര സമിതി കൺവീനർ ഫിലിപ്പ് CT, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മതസൗഹാർദ്ദ സന്ദേശത്തിന്റെയും മാനവികത വിളിച്ചോതിക്കൊണ്ട് പെരുമ്പിലാവ് പുത്തൻകുളം ടീച്ചർ നഗറിൽ മംഗലത്ത് ടോംസ് M. കുര്യന്റെ വീട്ടിലെത്തിയ ക്രിസ്മസ് കരോളിന് വിവിധ മതസ്ഥരായ പരിസരവാസികൾ ചേർന്ന് സ്വീകരണമൊരുക്കി. കുന്നംകുളത്തെ മാർ ജോസഫ് കാൽഡിയൻ ചർച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു കരോൾ ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ റിനോജ് ഡേവിസ് M. ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ഗായക സംഘങ്ങൾ ഒരുക്കിയ വാദ്യമേളങ്ങളുടെ മേളവിസ്മയവും കരോൾ ഗാനങ്ങളും നാട്ടുകാർക്ക് കൗതുകമായി. ചുമലിൽ സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി സാന്താക്ലോസും സംഘത്തെ അനുഗമിച്ചിരുന്നു. കരോൾ സംഘത്തെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളായ MK ഷഹരിയാർ, അമൽ നീരദ് എന്നിവർ ചേർന്ന് വീടുകളിലും വഴിയോരങ്ങളിലും നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കിയിരുന്നു. സന്ദർശനം നടത്തിയ ടോംസിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളായ സാലി ടീച്ചറും ഹാഷ്ലിയും ആഷിഫും കരോൾ സംഘത്തിനും നാട്ടുകാർക്കും ഉൾപ്പെടെ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സഹവികാരി ഡീക്കൻ ഡോൺ സോളമൻ, കൈക്കാരൻ ജോൺ തോമസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജോൺ തോമസ്, ബാബു ആലപ്പാടൻ, ക്രിസ്മസ് കരോൾ കൺവീനർ വിപിൻ ഫ്രാൻസിസ്, വുമൺസ് അസോസിയേഷൻ സെക്രട്ടറി മെസ്മി മനോജ്, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ജിസ മനോജ് തുടങ്ങിയവരും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും സഭാവിശ്വാസികളും കരോളിൽ പങ്കെടുത്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച നടന്ന സന്ധ്യാനമസ്കാരത്തോടെയാണ് ശുശ്രൂഷകൾക്ക് തുടക്കമായത്. ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ 2:30 രാത്രി നമസ്കാരവും തുടർന്ന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടന്നു. ക്രിസ്മസ് ശുശ്രൂഷകളിലെ പ്രധാന ചടങ്ങായ തീജ്വാല ശുശ്രൂഷയും സ്ലീബ ആഘോഷവും വിശ്വാസികൾക്ക് ആത്മീയ അനുഭൂതിയായി. തുടർന്ന് നടന്ന പ്രഭാത നമസ്കാരത്തിനും ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ K. ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശീർവാദത്തിന് ശേഷം വിശ്വാസികൾക്കായി നോമ്പ് വീടലിൻ്റെ പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് വികാരിമാർക്കൊപ്പം ട്രസ്റ്റി CI റജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ബുധനാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി. സൂത്താറ പ്രാർത്ഥന, പാതിരാ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം തീജ്വാല ശുശ്രൂഷ ആരംഭിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ പകർന്നു. തീജ്വാലയിലേക്ക് സുഗന്ധദ്രവ്യമായ കുന്തിരിക്കം ആദ്യം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, തുടർന്ന് മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും സമർപ്പിച്ച് തീജ്വാലയെ വലയം ചെയ്തു. തുടർന്ന് പള്ളിക്ക് ചുറ്റും വെള്ളി കുരിശുകളേന്തി കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികനും മദ്ബഹ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹയിലെ 4 ദിക്കുകളിലേക്കും പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന, കൈമുത്ത് എന്നിവ നടന്നു. വികാരി ക്രിസ്മസ് ആശംസകൾ നേർന്നു. സ്നേഹവിരുന്നും ഉണ്ടായി. നെഹ്റുദിയൽദോ ക്രിസ്മസ് ആഘോഷം കൂപ്പൺ വിജയികൾക്ക് വികാരി സമ്മാനങ്ങൾ നൽകി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് കരോൾ ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീട്ടിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പമാർ മധുരവിതരണവും നടത്തി. ചൊവ്വാഴ്ച രാത്രി നടന്ന കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് PK ജിജു ഉദ്ഘാടനം ചെയ്തു. മധുരവിതരണവും സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് PK ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി PK ഷാമു, ട്രഷറർ AI ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ തിരുപ്പിറവി ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപറ്റിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് പുൽക്കൂട് ശ്രദ്ധയാകർഷിച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KA രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഈസ്റ്റ് 52 നമ്പർ ഉല്ലാസ് അങ്കൺവാടിയിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ മേഴ്സി മേക്കാട്ടുകുളം, ഹെൽപ്പർ ജിജി തമ്പി, സൽജ സണ്ണി, രേഷ്മ രമേശ്, ജ്യോത്സ്ന,
സിജിൻ, സുലഭാവിന, ഹർഷാബി, പ്രവീണ ഷൈജു, ശ്രീതു സുബ്രു തുടങ്ങിയവർ സംസാരിച്ചു. കേക്ക് മുറിച്ച് വിതരണവും ഉണ്ടായി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദൈവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് നവജാതനായ ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തോടെ പുൽക്കോടിൽ സ്ഥാപിച്ച് ആശീർവദിച്ചു. കൈക്കാരന്മാരായ ജോഷി തേർമഠം, അനുജിത് ചിറ്റിലപ്പള്ളി, ജോർജ് വാഴപ്പള്ളി, റിൻഡോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുപ്പിറവിയോടനുബന്ധിച്ച് വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ KCYM സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പുൽക്കൂട് മനോഹരമായി. 10 അടി നീളമുള്ള മാലാഖയും 2 അടി വലിപ്പത്തിലുള്ള ബൈബിൾ മാതൃകയും ക്രിസ്മസ് പുൽക്കൂടിന്റെ ആകർഷണമാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിക്കുമെന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് തിരുപ്പിറവി എന്ന ആശയവുമായി ബന്ധപ്പെടുത്തിയാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ ആചരിച്ചു. പാതിരാ കുർബാനയിലും പ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും കരോൾ ഗാനാലാപന മത്സരവും ഉണ്ടായി. കുട്ടികളുടെ നേതൃത്വത്തിൽ ബോൺ നദാലെ, ഫ്ലാഷ് മോബും സ്നേഹവിരുന്നും ഉണ്ടായി. 25 അടി ഉയരത്തിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും 12 അടി ഉയരത്തിലുണ്ടാക്കിയ നക്ഷത്രവും ആകർഷകമായി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ക്ലേലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ജിൻസി സോജൻ, ജിഷോ എസ് പുത്തൂർ, ജോർജ് ലോറൻസ്, ഫെലിക്സ് റൊസാരിയോ, അക്കിൻസൺ ലാൻസൺ, ഹന്ന സ്റ്റീഫൻ, ഹനിക മിൽട്ടൺ, സ്റ്റാൻലി ആളൂർ, ബിന്നറ്റ് മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഫ്ലാഷ് മോബിൽ പങ്കെടുത്തത്. പൂവത്തൂർ ബസ് സ്റ്റാൻഡ്, പാവർട്ടി സെന്റർ, കാക്കശ്ശേരി പള്ളി തുടങ്ങി 7ഓളം വേദികളിൽ അവതരിപ്പിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിൽ 200ഓളം പാപ്പന്മാരെ അണിനിരത്തി മെഗാ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബലൂണുകൾ ഉയർത്തി ആടിപ്പാടി ഇടവകയിലെ കുടുംബാംഗങ്ങളും ഔസേപിതാവും മാതാവും മാലാഖ കുട്ടികളും ആട്ടിടയന്മാരും രാജാക്കന്മാരും കാഴ്ചയുടെ വർണ്ണവസന്തം പകർന്നു. സമാപന സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് പനംകുളം അധ്യക്ഷത വഹിച്ചു. നിർധന കുടുംബങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങളും സഹായങ്ങളും വിതരണം ചെയ്തു. കേന്ദ്രസമിതി കൺവീനർ റോബിൻ വാഴപ്പള്ളി, കമ്മിറ്റി അംഗങ്ങളായ അജു എം ജോണി, അഖിൽ കുര്യാക്കോസ്, AD തോമസ്, സബിത അജിത്ത്, ഫീന ജോജി, പ്രിൻസി ഷിജോ, കൈക്കാരന്മാരായ AP ബാബു, റോണി സ്റ്റീഫൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ബീച്ച് ലവേഴ്സ് നേതൃത്വത്തിൽ ബ്ലാങ്ങാട് ബീച്ചിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. ബീച്ചിലെ എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും ഭക്ഷ്യദാന കിറ്റ് വിതരണവും സംഗീത സദസ്സിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ബീച്ച് ലവേഴ്സ് ചീഫ് കോർഡിനേറ്റർ നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭ കൌൺസിലർമാരായി തെരഞ്ഞെടുത്ത KP രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് എന്നിവർക്ക് സ്വീകരണം നൽകി. ഖത്തർ QRA ഗ്രൂപ്പ് MD അബ്ദുള്ള തെരുവത്ത്, അബ്ദുൽ മനാഫ്, ഉമ്മർ കരിപ്പായിൽ, സേതുമാധവൻ, മൊയ്നു, AP ഖലീൽ, P കിരൺ, കോർഡിനേറ്റർ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യം, ക്രിസ്മസ് കേക്ക് വിതരണവും നടന്നു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് ദേവാലയത്തിൽ രാത്രി 11:30 ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. പാതിര കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനായി. തിരുപ്പിറവിക്ക് ശേഷം ദേവാലയാങ്കണത്തിൽ ക്രിസ്മസ് ആഘോഷ കമ്മിറ്റി കൺവീനർ പ്രവീൺ ചുരയത്തിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ ജെറുസലേം വില്ലേജിലെ പുൽക്കൂട്ടിലേക്ക് ലാത്തിരിപ്പൂക്കളും പൂത്തിരികളും കമ്പിത്തിരികളുമായി പ്രദക്ഷിണം നടന്നു. ദിവ്യബലിക്ക് ശേഷം കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കേക്ക് വിതരണമുണ്ടായി. ക്രിസ്മസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനവും നടന്നു. കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, KV ജോയ്, MK റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് രാത്രി 11:30 തുടക്കമായി. പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. തിരുപ്പിറവിക്ക് ശേഷം ദേവാലയാങ്കണത്തിൽ പ്രദക്ഷിണം നടന്നു. ദിവ്യബലിക്ക് ശേഷം കേക്ക് വിതരണമുണ്ടായി. തിരുപ്പിറവിയുടെ തിരുകർമ്മങ്ങളിൽ ഇടവക വിശ്വാസികൾ ഭക്തി നിർഭരമായി പങ്കെടുത്തു. CK ജോയ്, KS ഷാജ്, MJ ജോഷി, CT സ്പാർട്ടക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ജിജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി ഇരട്ട വെങ്കലം കരസ്ഥമാക്കി നബ്ഹാൻ റഷീദ്. അണ്ടർ 18, 48 കിലോഗ്രാം വിഭാഗത്തിലാണ് നേട്ടം സ്വന്തമാക്കിയത്. ജിജിറ്റ്സു അസോസിയേഷൻ പ്രസിഡന്റ് RJ അൻവർ മരക്കാറിന്റെ കീഴിലാണ് പരിശീലനം. ഒരുമന്നൂർ വലിയകത്ത് റഷീദിന്റെയും നസീമയുടെയും മകനാണ് നബ്ഹാൻ. ഇന്ത്യൻ ടീമിലേക്ക് ഇടം നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് ഈ മിടുക്കൻ.
മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് പെരുമണ്ണൂർ സെന്റ് കൂർലോസ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കും. രാത്രി 9 മണിക്ക് ദേശക്കാരുടെ ആഘോഷം ആരംഭിച്ച് വെളുപ്പിന് 4:30 സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ധൂപപ്രാർത്ഥനയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12:30 ദേശക്കാരുടെ ആഘോഷം ആരംഭിച്ച് 5 മണിക്ക് സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കും. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി PM ഷാബു, ട്രഷറർ TR ക്ലീറ്റസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1984 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വനിതകളുടെ നേതൃത്വത്തിൽ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. ശ്രീ ധന്വന്തരി തിരുവാതിരക്കളി സംഘം എന്ന പേരിലുള്ള കൂട്ടായ്മയിലെ കലാകാരികളായ ബിന്ദു, ലത, ഹേമലത, സ്മിത, പ്രേമലത, ഷീല, രത്നം, സിന്ധു, ശോഭ, നീതു, സവിത, സുജിന എന്നിവരാണ് നെല്ലുവായ് ഏകാദശിയോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ഇത് 3ാം തവണയാണ് തങ്ങൾ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര അവതരിപ്പിക്കുന്നതെന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലും എല്ലാ വർഷവും ഉത്സവ സമയത്ത് തിരുവാതിര അവതരിപ്പിക്കാറുണ്ടെന്നും നേതൃത്വം നൽകിയ സി ലത, ബിന്ദു, ഹേമലത എന്നിവർ അറിയിച്ചു. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്നും മറ്റു ബാച്ചുകൾക്ക് മാതൃകയാണെന്നും 1984 SSLC ബാച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ഇടശ്ശേരി രാമചന്ദ്രൻ പറഞ്ഞു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും 2026 ജനുവരി 2, 3 തീയതികളിൽ ആഘോഷിക്കും. വികാരി ഫാദർ ജോസഫ് ജോസ് പെരുന്നാളിന് കൊടിയേറ്റി. വെള്ളിയാഴ്ച 7-ന് സന്ധ്യാ നമസ്കാരം, 8-ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേരും. 9 മണിക്ക് ആശീർവാദം നടക്കും. വ്യാഴാഴ്ച 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30 സ്നേഹവിരുന്ന്, 5:30 സമാപന പ്രദക്ഷിണം, തുടർന്ന് പൊതുസദ്യ എന്നിവ ഉണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിഞ്ചു സജിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേവാലയത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ വികാരിയും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ക്രിസ്മസ് സന്ദേശം നൽകി ആശംസകൾ നേർന്നു. ജനന പെരുന്നാളിന്റെ തീജ്വാല ശുശ്രൂഷയും ഉണ്ടായിരുന്നു. 168ാമത് എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയോടനുബന്ധിച്ച് വടക്കുഭാഗം കമ്മിറ്റിയുടെ ബുക്ക്ലെറ്റ് പ്രകാശനം നടന്നു. ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ബാസിത്തിൽ നിന്നും തെക്കുഭാഗം പ്രസിഡന്റ് ഫഹദ് തങ്ങൾ ഏറ്റുവാങ്ങി പ്രകാശനം നടത്തി. കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ് കല്ലൂരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സാബിർ അസനി കാമിൽ സഖാഫി നിർവഹിച്ചു. നേർച്ച കമ്മിറ്റി സെക്രട്ടറി ഷാക്കിർ അയ്യത്തയിൽ, യഹിയ തങ്ങൾ, ബഷീർ തങ്ങൾ, ഹസീബ് തങ്ങൾ, മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച കുഞ്ഞുമുഹമ്മദ് പിന്നീട് 30 വർഷക്കാലം പ്രവാസിയായിരുന്നു. KMCC അബുദാബി തൃശൂർ ജില്ലാ പ്രസിഡന്റ്, അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ മാനേജിംഗ് കമ്മിറ്റി സാഹിത്യ വിഭാഗം സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചു. അസുഖബാധിതനായി നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും സാമൂഹിക രംഗത്ത് സജീവമായിരുന്നു. എടക്കഴിയൂർ ജുമാഅത്ത് മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ, അൻസാറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. സമീഹ ഭാര്യയാണ്. ഫഹദ്, ഫുവാദ്, ഫാദി എന്നിവർ മക്കളാണ്. ഖബറടക്കം എടക്കഴിയൂർ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. CCC ഗുരുവായൂരിന്റെ 887ാമത് പരിപാടി ഓച്ചിറ ധ്വനി അവതരിപ്പിക്കുന്ന ആകാശം നാടകത്തിന്റെ അവതരണം ഞായറാഴ്ച വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,735 രൂപ, പവന് 1,1880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 230 രൂപ. ചരമം ചെമ്മണ്ണൂർ പരേതനായ കൊഴപ്പാമഠത്തിൽ ചന്ദ്രൻ ഭാര്യ മദിലാസ ടീച്ചർ നിര്യാതയായി. 77 വയസ്സായിരുന്നു.
സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് ദീപക്, അഖിൽ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയനൂർ പരേതനായ ചീരൻ ചാക്കുണ്ണി മകൻ ജോസ് നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. ജമീല ഭാര്യയും ലിജോയ്, റിജോയ് എന്നിവർ മക്കളുമാണ്. മുൻകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും കർഷക തൊഴിലാളിയുമായ പെലക്കാട്ടുപയ്യൂർ കണ്ണഞ്ചേരി കുട്ടാപ്പു മകൻ കുഞ്ഞുമോൻ നിര്യാതനായി 95 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തി. പരേതയായ അമ്മിണിയാണ് ഭാര്യ. ഉണ്ണികൃഷ്ണൻ, ജയൻ, സുമതി, സതി എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയാമ്പാൽ ചീരംകുളം റോഡിൽ കിഴക്കേപ്പുരയ്ക്കൽ നാരായണൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തും. ശാന്ത ഭാര്യയും ലത, മനോജ്, ലിജി എന്നിവർ മക്കളുമാണ്. തയ്യൂർ മാരാത്ത് കുഞ്ഞുലക്ഷ്മി അമ്മ നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, അനിൽ, സുരേഷ് കുമാർ എന്നിവർ മക്കളാണ്. കുനമുച്ചി പുലിക്കോട്ടിൽ കുര്യാക്കോസ് ഭാര്യ ആനി നിര്യാതയായി 94 വയസ്സായിരുന്നു. സംസ്കാരം കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. സ്റ്റീഫൻ, ജോസഫ്, റീന, ആന്റോ, ഷാജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എളിമയുടെയും കരുണയുടെയും സ്നേഹ സന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷമാക്കി ലോക ജനത. ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ തിരുകർമ്മങ്ങൾ നടന്നു. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രണ്ടു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഭരണം നേടിയ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ പ്രസിഡന്റാകും. ജയശങ്കറിനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കിയുള്ള തീരുമാനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരം. ചാവക്കാട് ബ്ലാങ്ങാട് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനടയാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച കാർ മതിലിൽ ഇടിച്ചു കയറ്റി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.